UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദവിയെ ചൊല്ലി മുസ്ലിം ലീഗ് ഉന്നയിക്കാവുന്ന അവകാശവാദങ്ങളും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പാണക്കാട് മുനാവർ അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ വരാനിരിക്കുന്ന UDF സർക്കാരിന്റെ അധികാര സമവാക്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ നൽകുന്നു. UDFിലെ അധികാര സമവാക്യങ്ങളും ലീഗിന്റെ ഉപമുഖ്യമന്ത്രി മോഹവും പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് എന്നും നിർണായക ശക്തിയാണ്. UDFിന്റെ നട്ടലായി വിശേഷിക്കപ്പെടുന്ന ലീഗ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി അധികാരത്തിലെത്തിയാൽ ഏതുതരം ഭരണ പങ്കാളിത്തമാണ് ആഗ്രഹിക്കുന്നതെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിലാണ് പാണക്കാട് മുനാവർ അലി ശിഹാബ് തങ്ങളുടെയും PK കുഞ്ഞാലിക്കുട്ടിയുടെയും വാക്കുകൾ പ്രാധാന്യമർഹിക്കുന്നത്. പാണക്കാട് സീറ്റ് മുനാവർ അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഉപമുഖ്യമന്ത്രി പദവി മുസ്ലിം ലീഗിന്റെ അവകാശമാണെന്ന സൂചനയാണ് നൽകിയത്. ലീഗിന് ഈ പദവിക്ക് പൂർണ്ണമായ അർഹതയുണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഇതിനായി അദ്ദേഹം ചരിത്രപരമായ ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി. കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ CH മുഹമ്മദ് കോയയും അബൂ ഖാദർ കുട്ടി നാഹയും ഉപമുഖ്യമന്ത്രിമാരായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദം പോലും അലങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ ലീഗിന് ഉപമുഖ്യമന്ത്രി പദം ലഭിക്കുകയെന്നത് അസ്വാഭാവികമായ കാര്യമല്ലെന്ന് മുനാവർ അലി തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു ഔദ്യോഗിക അവകാശവാദം ഉന്നയിച്ച് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സാഹചര്യം മാറാം. അപ്പോൾ ആവശ്യം ഉന്നയിക്കുമോ എന്ന് ഇപ്പോൾ പറയാനാവില്ല എന്ന് തങ്ങളുടെ വാക്കുകൾ ഭാവിയിൽ ഈ പദവിക്കായി ലീഗ് ശക്തമായി രംഗത്തിറങ്ങുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. തങ്ങളുടെ പ്രസ്താവന ചർച്ചയായതോടെ ലീഗിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ PK കുഞ്ഞാലിക്കുട്ടി കൂടുതൽ പക്വമായ നിലപാടുകളുമായി രംഗത്തെത്തി. മുന്നണിയുടെ കെട്ടുറപ്പിനാണ് പ്രാധാന്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് അങ്ങോട്ട് ആവശ്യപ്പെട്ട് UDFിനെ പ്രതിസന്ധിയിലാക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുന്ന സാഹചര്യത്തിൽ അധികാര തർക്കം വോട്ടർമാരിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. കോൺഗ്രസ് ആഭ്യന്തര പ്രശ്നങ്ങളില്ലാതെ എത്രയും വേഗം മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നും ഭരണം കാര്യക്ഷമമായി തുടങ്ങണമെന്നുമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കല്ലല്ലോ ഭരണം, പണത്തിന് പണം തന്നെ വേണം എന്ന അദ്ദേഹത്തിന്റെ പരാമർശം നിലവിലെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയും ഇടത് സർക്കാരിന്റെ വീഴ്ചകളെയും പരിഹസിക്കുന്നതായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വികസന മാതൃകയിലേക്ക് മടങ്ങണമെന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മുസ്ലിം ലീഗിന്റെ സ്വാധീനത്തെ മുൻനിർത്തി BJP വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നു എന്നതാണ് മറ്റൊരു വശം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനയും ഇതിന് ഉദാഹരണമാണ്. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ലീഗാണെന്നും അധികാരത്തിലെത്തിയാൽ 6 മന്ത്രിസ്ഥാനവും ഉപമുഖ്യമന്ത്രി പദവും നൽകാൻ രഹസ്യധാരണയുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനം എന്ന ആക്ഷേപം ശക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഈ ആരോപണങ്ങളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി നേരിട്ടു. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്നും ഘടകകക്ഷികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കോൺഗ്രസിന് കൃത്യമായി ബോധ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നും നൂലിൽ കെട്ടിയിറക്കിയ നേതാക്കൾക്ക് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിന്റെ ആഴം മനസ്സിലാകില്ലെന്നായിരുന്നു സതീശന്റെ പരിഹാസം. ലീഗ് സ്ഥാനാർത്ഥികൾ മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്ന ആരോപണം പരിശോധിക്കുമെന്ന് മുനാവർ അലി തങ്ങൾ വ്യക്തമാക്കി. എന്നാൽ സാധാരണയായി ലീഗ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാറില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ തങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ലീഗ് ശ്രമിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ മാത്രമല്ല, മതേതര വോട്ടുകളും UDFിന്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിസഭ രൂപീകരണ വേളയിൽ ലീഗ് വലിയ വെല്ലുവിളികൾ നേരിടും. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5ാം മന്ത്രി വിവാദം UDFിനെ വല്ലാതെ ഉലച്ചിരുന്നു. അന്ന് ലീഗ് അധികമായി ഒരു മന്ത്രിസ്ഥാനം നേടിയത് NSS അടക്കമുള്ള സമുദായ സംഘടനകളുടെ എതിർപ്പിന് കാരണമായിരുന്നു. ഇത് ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് ജാഗ്രത പാലിക്കും. മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിലെ ഒരു ഹിന്ദു, പ്രത്യേകിച്ചും നായർ അല്ലെങ്കിൽ ഈഴവ വിഭാഗത്തിന് ലഭിക്കുമ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് നൽകുന്നത് സന്തുലിതാവസ്ഥ തെറ്റിക്കുമെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നു. എന്നാൽ ലീഗിന്റെ സീറ്റ് നില മെച്ചപ്പെട്ടാൽ ഈ ആവശ്യം തള്ളിക്കളയാൻ കോൺഗ്രസിന് പ്രയാസമാകും. ലീഗിന് ഉപമുഖ്യമന്ത്രി പദം നൽകിയാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സമാനമായ അവകാശവാദവുമായി വന്നേക്കാം. ഇത് മുന്നണിയിൽ വലിയ കലഹങ്ങൾക്ക് കാരണമായേക്കാം. മുസ്ലിം ലീഗ് കേരള രാഷ്ട്രീയത്തിൽ വെറുമൊരു ഘടകകക്ഷിയല്ല, മറിച്ച് UDFിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ശക്തിയാണ്. മുനാവർ അലി തങ്ങളുടെ വാക്കുകൾ ലീഗ് അണികളുടെ ആഗ്രഹത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് രാഷ്ട്രീയ പ്രായോഗികതയുടേതാണ്. 100ൽ പരം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന UDFിന് മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ സീറ്റ് വിഭജനവും പദവി വിഭജനവുമാണ്. ലീഗ് ഇപ്പോൾ മൗനം പാലിക്കുന്നത് മുന്നണിയുടെ വിജയത്തിനു വേണ്ടിയാണ്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയും ലീഗ് മികച്ച വിജയം നേടുകയും ചെയ്താൽ അർഹതപ്പെട്ട ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവർ സമ്മർദ്ദം ചെലുത്തുമെന്നത് ഉറപ്പാണ്. രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ള എതിരാളികൾ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് കോൺഗ്രസും ലീഗും നേരിടുന്ന പ്രധാന വെല്ലുവിളി. കേരളത്തിന്റെ വികസനത്തിനായി ഉമ്മൻചാണ്ടി മോഡൽ ഭരണത്തിലേക്ക് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ഭരണത്തിൽ അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കാതെ മുന്നോട്ട് പോകാനാവില്ല. വരും ദിവസങ്ങളിൽ UDFിലെ ആഭ്യന്തര ചർച്ചകൾ ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ ഊർജിതമാകുമെന്നതും ഉറപ്പാണ്.